മുട്ടയും പഞ്ചസാരയും മാത്രം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, രണ്ട് വിഭവം വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കിയത്. മുട്ട ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിക്കും, അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പൊട്ടിച്ചതിൽ മുട്ട ആകെ ചീറ്റിപ്പോയിട്ടാണ്. അപ്പോൾ നമുക്കിത് കിട്ടേണ്ടത് വൈറ്റും അതുപോലെ മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പൊട്ടിച്ചത് ആകെ ചീറ്റിപ്പോയി, ലാസ്റ്റ് ഞാൻ രണ്ടാമത് എടുക്കുക കേട്ടോ. അങ്ങനെ മഞ്ഞ വേറെയും വൈറ്റ് വേറെയും ആക്കണേ. ഞാൻ 2 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ വൈറ്റ് നന്നായിട്ട് ഇതുപോലെ വീട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കണേ, നല്ല ഫ്ലഫാക്കണേ. അതിലേക്ക് ഷുഗറും അതുപോലെ ഏലക്കായും കൂടി പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്കായ പൊടി ഇഷ്ടമില്ലാത്തവർക്ക് വാനില എസൻസ് ചേർക്കാവുന്ന കേട്ടോ. നമുക്ക് ആ ഒരു മുട്ടയുടെ കുത്ത് ആവാതിരിക്കാനാണ്. ഈ ഒരു ക്രീമി ടൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് വരാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ, മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യുക കേട്ടോ. പൊടിക്കാത്ത ഷുഗറാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഇതുപോലെ ഒരു ബീറ്റർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ആ പഞ്ചസാര അലിയുന്ന വരെ ചെയ്യുക കേട്ടോ. എന്നിട്ടൊരു തവി ചൂടാക്കാൻ വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് കേട്ടോ, നെയ്യ് തൂക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ മഞ്ഞ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പാകമാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു വൈറ്റിൻ്റെ ഭാഗം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ പറ്റുന്ന മാതിരി സെറ്റാക്കി എടുക്കുക കേട്ടോ. എന്നിട്ടൊരു 10-15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് പാകമായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്കർ ഇട്ട് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇത് ഈ ഒരു ഫ്രൈ പാനിൽ തന്നെ ഇതുപോലെ വേറിട്ട് കിട്ടിയിട്ടിട്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് സംഭവമാണ്. അത് കണ്ടില്ലേ, എന്ത് നല്ല അതുപോലെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. സോഫ്റ്റിനനുസരിച്ച് തന്നെ ടേസ്റ്റിൻ്റെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. അതുപോലെ മുട്ട ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കും കേട്ടോ, എന്തായാലും ഇഷ്ടമാകും.